പുതുവത്സര സമ്മാനങ്ങളുമായി വരുന്നു മാരി ഗോൾഡൻ ഡയമണ്ട്സ്. ഉദ്ഘാടനം ജനുവരി 1-ാം തീയതി കാലത്ത് 10 മണിക്ക് പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോട്ടീസ് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. മാരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, പൂക്കോട്ടുംപാടം. വണ്ടൂർ വാണിയമ്പലം അത്താണിയിലെ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സമരസംഗമം നടത്തി. STU ജില്ലാ പ്രസിഡന്റ് VK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിങ്ങളെ പറ്റി പറയുമ്പോൾ ചങ്ങായികളെ വല്ലാത്തൊരു ആവേശിച്ചുണ്ടാകുക. ഇതിപ്പോ അവനാന്റെ കുടിയിലെ കാര്യത്തിനല്ലല്ലോ ഈ പാവത്തുങ്ങൾ ഇരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. കുറെ ആൾക്കാർക്ക് ഇതൊരു തമാശ പിരാന്താണ് എടോ, ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് അവനാന്റെതല്ലാത്തൊരു വിഷയം പൊതുസമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ സംഭവത്തെ കൃത്യമായി ഒന്ന് പറയാം. വലിയൊരു വണ്ടിത വരുന്ന് മാറിക്കളിന്ന് അറിയുമ്പോ ഓണടിച്ചത് പോലെ ഈ പാവത്തുങ്ങൾ കുടുംബത്തെട്ടുകണ്ട് ഇവരെ കുടിയിലൊന്നും ആളും ഇല്ലായിട്ടല്ല, കുട്ടികളും മക്കളും ഇല്ലായിട്ടല്ല. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 122 ദിവസം ഇവിടെ പരസ്യമായി പൊതുസമൂഹത്തിന്റെ ഇടയില് ശരിയല്ല എന്ന് മാത്രം വിളിച്ചറിയുന്ന ഒരു പണിയെ പോടെടുത്തിട്ടുള്ളൂ. ഒരു പോലീസുകാരനും ഞങ്ങളെ കൊണ്ടുപോയിട്ടൊരു പണിയില്ല. ഞങ്ങൾ ആരും അറ്റാക്കിന് പോന്നിട്ടില്ല. പറയാനോ ശരിയല്ല എന്ന് പറയാനുള്ള മാന്യമായ ധാർമ്മികമായ പൊതുസമൂഹത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുന്ന ഈ മനുഷ്യന്മാരെ, ഈ മനസ്സിന് വളരെ വിശാലതയുള്ള ഈ വിഭാഗത്തെ കൃത്യമായി വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഇതൊന്ന് പൂട്ടണം. ഇവിടുന്ന് ഈ സാധനം ഇവിടെ വന്നത് എവിടുന്ന് ഞങ്ങൾക്കറിയോ? ആദ്യം ഈ സാധനം ഗവൺമെന്റ് ആശുപത്രി, ഈ സാധനത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്താ അറിയുങ്ങള്? എവിടെ തുടങ്ങുകയാണെങ്കിലും ഒരു ശല്യല്ലോടത്ത് മാത്രമേ അത് തുടങ്ങുള്ളൂ. വണ്ടൂർ ഗവൺമെന്റ് ആശുപത്രിന്ന് കയറി പോണോടത്തൊരു ഷെഡ് ഉണ്ടായിന്, അവിടെ ഇതിന്റെ തുടക്കം. വണ്ടൂർക്ക് ആദ്യം ബിവറേജ് വന്നത് അവിടെയാണ്. അതിന്റെ മുമ്പുണ്ടായിന് ഈ സാധനം എവിടെ അറിയങ്ങള്? ഇപ്പൊ നിലമ്പൂർ റോഡിലെ അവിടെ ഇപ്പൊ പച്ചക്കറി കടയാണ്. നിലമ്പൂർ റോഡിന്റെ വില്ലേജ് ഓഫീസിന്റെ ഇപ്പുറത്ത് ഒരു പഴയ പൊളിഞ്ഞടാന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അങ്ങാടിന്റെ തടസ്സം, കൊല്ലിന്റെ ഈ സോഡ കുപ്പിയില് കോട്ടി കുടുങ്ങിയ മാരില്ലേ, ആ ബിൽഡിങ്ങിന്റെ നേരെ തൊട്ട റൂം ഈ പറയുന്ന ബിവറേജിന്റെ ഔട്ട്ലെറ്റ്. അന്നൊക്കെ എങ്ങനെ വെച്ചാല്, ഞാൻ ചെറിയ കുട്ടിയാ, അന്നൊക്കെ അറിയണത് ഒരാള് വരിക പിന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്ന് സാപ്പൊക്കെ പോണ മാതിരി അങ്ങനെ തന്നെ അതിന്റെ ബോർഡൊക്കെ അവിടെ പോണ്, മാങ്ങണ് പൊതിഞ്ഞ് കൊണ്ടോണ്. അന്ന് കീസും ഒന്നുമില്ല. ഒരു കടലാസിൽ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കണ്, ഓലങ്ങനെ പോണ്, എവിടെങ്കിലും എറയത്ത് തിരക്കണ്, അല്ലെങ്കിൽ ആരെങ്കിലും കാണാത്ത ഇരുട്ടില്ല സ്ഥലത്ത് ഏതെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ മൂട്ടില് ബാക്കില് കാണാത്ത പോലെ അങ്ങനെ ഇരുന്നിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സാധനം. ഇത് ഒരാൾക്കൊരു ശല്യമല്ല, അതിനങ്ങനെ വരുമാനമുണ്ട്, ഗവൺമെന്റും സർക്കാരും ആയിക്കോട്ടെ, നമുക്കൊരു പരാതിയില്ലല്ലോ. അവിടുന്ന് മാറിയിട്ടാണ് പിന്നെ ഗവൺമെന്റ് ആശുപത്രിന്റെ ആ റോട്ടിക്ക് പോയത്. വലിയ പ്രക്ഷോഭം ഉണ്ടായി. എന്താ കാരണം എന്നറിയങ്ങള്? രോഗിയെ ഒപ്പം നിൽക്കുന്ന കൂട്ടിരിപ്പുകാര്, ആ കൂട്ടിരിക്കുന്ന ആൾക്കാര് പെണ്ണുങ്ങൾ മാത്രം ഉണ്ടാവും. അവനെ ഭർത്താവിനോ മക്കൾക്കോ കുട്ടിയാക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്ന് പാഞ്ഞ് ആസ്പത്രിക്ക് പോകാൻ ഇല്ലതൊക്കെ പാടെ വാരി പിടിച്ചു കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോ അവിടുത്തെ ഒരു തൂക്കപാത്രം വാങ്ങിയിട്ടുണ്ട്, അയലോക്കത്ത് കിടക്കണവന്റെ ഒരു തൂക്കപാത്രം വാങ്ങിയിട്ട് ഒരു കഞ്ഞിക്കുണ്ടൊരു പോക്ക്. അതേപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇല്ലാത്ത മരുന്നിനുണ്ട് ഒരു പോക്കായി. ചിലപ്പോ അർദ്ധരാത്രിയാവും, വൈകിന് ശേഷമാവും. ആ സമയത്ത് പോയപ്പോ 2 പെണ്ണുങ്ങൾ പോകുമ്പോ പരിസരം വരുന്ന 2 ആളുകള് വെള്ളട്ടിട്ടേ ഒല പിടിച്ചു. ആ സമയത്ത് വണ്ടൂരിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അങ്ങോട്ട് വന്നിട്ട് കയറിയിട്ട് അടിച്ചിട്ടാണ് പെപ്പർ സൂട്ടാക്കിയപ്പോഴാ അവിടുന്ന് തുടങ്ങിയത് ഇവിടുന്ന് പോണെന്ന്. ആ സാധനം അവിടുന്ന് പോയി. പിന്നല്ലോ വണ്ടൂരിലെ മണലിമൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ബാക്കില് അതിന്റെ സൈഡിലാണ് പിന്നെ അതുണ്ടായത്. അവിടെ ഈ സാധനം പിന്നെ തുറന്നു. നിരന്തരമായ പ്രക്ഷോഭം. അതിന്റെ പുറത്ത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആ ഔട്ട്ലെറ്റ് പൂട്ടി.
അതിനുശേഷം ഒരു രക്ഷയില്ലാതെ ഈ സാധനം ഇങ്ങനെ നടക്കുക. അതിന്റെ ഇടക്ക് വണ്ടൂര് വേറൊരു ചരിത്രമുണ്ട്. വണ്ടൂരിലെ ബാർ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടിയിട്ട് 20 സെന്റ് ഭൂമി അമ്പലപ്പടിയിൽ വാങ്ങി. ഇന്നത്തെ അമ്പലപ്പടിയിൽ അന്ന് നമുക്ക് 100 ഉണ്ട് അവിടെ നേതൃത്വം കൊടുക്കാൻ. കാരുണ്യ പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ആശുപത്രിയിൽ വരുന്ന മുഴുവൻ ബെപ്കോ ഔട്ട്ലെറ്റിന് മുൻപിൽ നടത്തുന്ന ജനകീയ സമരസമിതിയുടെ കുത്തിയിരിപ്പ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരസംഗമം നടത്തിയത്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി എം കെ നാസർ, സി ടി കുഞ്ഞാപ്പുട്ടി, ടി സംസാനി, ജിഷാദ് കോക്കാടൻ, എം സുബൈർ, ഹനീഫ കൂരാട്, സി ടി ചെറി, വി എം സീന, കമർസ്മാൻ, പി നിഹാൽ, ടി ഖദീജ, ടി ഹസീന, എം സുന്ദരൻ, സി ടി ബഷീർ, എം സക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.